ഫോർത്ത് സെം BA BSc കോമൺ കോഴ്സ് മലയാളത്തിലെ പാഠഭാഗമായിട്ടുള്ള മരുമക്കത്തായം കേരളത്തിൽ നിന്നുള്ള അധ്യായത്തിൻ്റെ റിവിഷനാണ് ഇന്ന് നടത്തുന്നത്. ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. മലയാള ഭാഷയ്ക്കും ചരിത്രത്തിനും നിരവധി സംഭാവനകൾ നൽകിയ പണ്ഡിതനും ഗവേഷകനുമാണ് ഇളംകുളം കുഞ്ഞൻപിള്ള. അപ്പോൾ ഭാഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര ഉപരിപഠന സാമഗ്രികൾ മലയാള ഭാഷയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ വിഷയം പഠിപ്പിക്കാനായിട്ട് ഉള്ള ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. ഈ പഠന സാമഗ്രികളാണ് പിൽക്കാലത്ത് കേരള ചരിത്ര ഗവേഷണ രംഗത്ത് പുതിയ പാതകൾ തുറന്നിട്ടത്. ഏതോ ഒരു പരിസ്ഥിതി കൊണ്ട് കേരളത്തിൽ അടുത്ത കാലത്ത് ഉത്ഭവിച്ചതാണ് മരുമക്കത്തായം എന്നാണ് KP പത്മനാഭ മേനോൻ ദൃഢമായി അഭിപ്രായപ്പെടുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവർഷം 14-ാം ശതകത്തിന് മുമ്പ് കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ ഇവിടുത്തെ ദായക്രമത്തെ പറ്റി യാതൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളെപ്പോലെ ഇവിടെയും മക്കത്തായം തുടർന്നിരുന്നു എന്നാണ് ഊഹിക്കേണ്ടത് എന്നാണ് പത്മനാഭ മേനോൻ്റെ വാദഗതി. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ്റെ ദായക്രമം പൊതുവെ മരുമക്കത്തായമായിരുന്നു എന്നും മക്കത്തായം പിൽക്കാലത്ത് വന്നുചേർന്നതാണെന്നുമുള്ള അഭിപ്രായമാണ് എംഗൽസ്, മോർഗൻ, മാക്ലെനൻ തുടങ്ങിയവർക്കുള്ളത്. അപ്പം അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മനുഷ്യർ മൃഗങ്ങളെ പോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധം അനിയന്ത്രിതമായിരുന്നു. അപ്പം മാതാപിതാക്കന്മാരായിരുന്നു സന്താനങ്ങളേതെന്നും സഹോദരനേതെന്നുള്ള ചിന്ത ക്രമേണ വന്നു ചേർന്നതാണ് എന്നുമാണ് അവർ വാദിക്കുന്നത്. മോർഗനും ഏംഗൽസും മറ്റും അഭിപ്രായപ്പെട്ടതുപോലെ ഏതാനും പുരുഷന്മാർ ഏതാനും സ്ത്രീകളെ കൂട്ടമായി വിവാഹം കഴിക്കുന്ന കൂട്ടുവിവാഹം ഏർപ്പാടു തന്നെ ആയിരിക്കണം വിവാഹ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രാചീനമായ രീതി എന്നും പറയുന്നുണ്ട്. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ചില ഗോത്രവർഗ്ഗങ്ങൾ ഇപ്പോഴും ഈ രീതി പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിൽ നിന്ന് അമ്മ വഴിക്കുള്ള പിന്തുടർച്ചാവകാശം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. സ്വകാര്യ സ്വത്തിൻ്റെ ഉത്ഭവത്തിനു ശേഷം പുരുഷൻ്റെ മേധാവിത്വം വർദ്ധിച്ചതിൻ്റെ ഫലമായി ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് എന്ന നിയമവും പിതൃപാരമ്പര്യ വ്യവസ്ഥയും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് മരുമക്കത്തായം മാനവ സമുദായത്തിൻ്റെ വികാസത്തിൽ പരിഷ്കൃത യുഗം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ വാദം. ഇനി 12-ാം ശതകത്തിന് ശേഷം കേരളത്തിലെ സാൻമാർഗിക നിലവാരം തീരെ അധപ്പതിച്ചു എന്നാണ് ഇളംകുളം പറയുന്നത്. അതിനുള്ള തെളിവുകളായിട്ട് ഭാഷാ കൗടില്യം, വൈശികതന്ത്രം, ഉണ്ണിയേച്ചി ചരിതം തുടങ്ങിയ കൃതികളെ അദ്ദേഹം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീക്ക് എത്രയധികം പുരുഷന്മാരോട് ബന്ധമുണ്ടോ അത്ര കണ്ട മാന്യതയിലാണ് ജനങ്ങൾ അവളെ കരുതിയിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിന് തെളിവായിട്ട് പ്രഭു ഭവനങ്ങളിലെ നായർ സ്ത്രീകൾ ഓരോരുത്തരും അവരുടെ ഭർതൃ സമൂഹത്തിൽ ഇത്ര ബ്രാഹ്മണരും ഇത്ര ക്ഷത്രിയരും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുക പതിവായിരുന്നു എന്ന് വെല്ലസ്ലിയുടെ നിയോഗപ്രകാരം 1800-ലും 1801-ലും മലബാറിൽ സഞ്ചരിച്ച ഇവിടുത്തെ സ്ഥിതിവിവരങ്ങൾ ശേഖരിച്ച ബുക്കാനൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണിപ്രവാള സാഹിത്യവും ഇതിനെ എടുത്തു പറയുന്നു. നായർ സ്ത്രീകളെ ദേവദാസികളിൽ നിന്നും ഭിന്നമായി നമ്പൂതിരിമാരെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് തെളിവായിട്ട് വെൺമണിയിലെ ഒരു നാടുവാഴിയുടെ വിളംബരം എടുക്കാം. ഈ വിളംബരം എല്ലാവരും അനുസരിച്ചിരുന്നു എന്ന് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ അവരുടെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്മാർഗം, മര്യാദ തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം ഇന്നത്തേതിൽ നിന്ന് ഭിന്നമായിട്ടാണ് അക്കാലങ്ങളിൽ കരുതിയിട്ടുണ്ടായിരുന്നത്. 11-ാം ശതകം വരെ കേരളത്തിലെ ജനങ്ങളുടെ നിലവാരം വളരെ ഉയർന്നതായിരുന്നു എന്നാണ്
ഇളംകുളം സമർത്ഥിക്കുന്നത്. 18ാം ശതകത്തിലെ സാഹിത്യവും അതിന് തെളിവായിട്ട് അദ്ദേഹം നിരത്തുന്നുണ്ട്. നായന്മാർ മദ്യപാനാസക്തന്മാരാണെന്ന് 1800 ബുക്കാനൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1517 ബർബോസ എഴുതിയിട്ടുള്ളത് നായന്മാർ മദ്യം കൈകൊണ്ട് തൊടില്ല എന്നാണ്. മരുമക്കത്തായ പ്രകാരം പുരുഷന്മാർ അമ്മാവൻ്റെ പേരും സ്ത്രീകൾ അമ്മയുടെ പേരും ഇരട്ട പേരായിട്ട് ഉപയോഗിക്കുന്നു. മക്കത്തായികളാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും അച്ഛൻ്റെ പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തമിഴ്, തെലുങ്ക് നാടുകളിലെല്ലാം ഇപ്പോഴും ഈ രീതി പിന്തുടരുന്നു. കൊല്ലവർഷത്തിൻ്റെ ആദ്യ ശതകങ്ങളിലെ കേരളത്തിലെ സ്ത്രീകളും അച്ഛൻ്റെ പേര് ഇരട്ട പേരായിട്ട് ഉപയോഗിച്ചിരുന്നു. കോലത്തിരി തുടങ്ങിയ വടക്കുള്ള രാജാക്കന്മാർ മരുമക്കത്തായം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഓടനാട്, വേണാട് തുടങ്ങിയ യാദവ രാജവംശങ്ങൾ മക്കത്തായം ഉപേക്ഷിക്കുന്നത്. 5ാം ശതകത്തിൽ മാത്രമേ അവർ മരുമക്കത്തായം സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള തെളിവായിട്ട് പറയുന്നത് കണ്ടിയൂർ ശിവക്ഷേത്രം പുതുക്കി പണിത കോതവർമ്മ, ഇരാമൻ കോതവർമ്മ അച്ഛൻ്റെ പേരോടെ ശിലാരേഖയിൽ പ്രതിഷ്ഠപ്പെട്ടതാണ് പറയുന്നത്. ഇനി ജനങ്ങളുടെ ദായക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തെളിവുകൾ കുറവാണ് എന്നാണ് ഇളംകുളം പറയുന്നത്. ജനങ്ങൾ മക്കത്തായികളാണെന്ന് വേണം കരുതാനെന്ന് ഇളംകുളം പറയുന്നു. കാരണം അതിനുള്ള കാരണമായി പറയുന്നത് കാരാളർ കൃഷിക്കായി ക്ഷേത്രവസ്തുക്കളെ ഏറ്റെടുക്കുമ്പോൾ തൻ്റെ കാലശേഷം മക്കൾക്കാണ് കാരാൺമ അവകാശം എന്ന് പറയുന്നുണ്ട്. 11ാം ശതകം വരെ മക്കത്തായമായിരുന്നു എന്നതിന് തെളിവായിട്ട് മുണ്ടൂർ ശാസനം, കവിയൂർ ശാസനം, പെരുന്ന ശാസനം എന്നിവ ഉപയോഗിക്കാം. ഇനി ചാവേറ്റുപടയെക്കുറിച്ചും ഇളംകുളം മരുമക്കത്തായവുമായി അതിനുള്ള ബന്ധത്തെക്കുറിച്ചും ഇളംകുളം കൃത്യമായി പറയുന്നുണ്ട്. ചോളരുമായി നടന്ന നൂറ്റാണ്ടു യുദ്ധത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ചോളസേനയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ചാവേറ്റുപട രൂപീകരിച്ചു. അതിനു മുമ്പേ കളരി സമ്പ്രദായം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മടങ്ങ് ചോളസേനയോട് ദീർഘകാലം പൊരുതി നിൽക്കാൻ കഴിഞ്ഞത് ഈ കളരി സമ്പ്രദായം ആരംഭിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ചാവേറ്റുപടയുടെ രൂപീകരണത്തിന് ശേഷം അതിലെ അംഗങ്ങൾക്ക് സ്ഥിരമായ വിവാഹ ജീവിതം അസാധ്യമായിരുന്നു. കുടുംബ ഭരണവും വസ്തു ഉടമസ്ഥതയും സ്ത്രീകളിൽ വന്നു ചേരുകയും ചെയ്തു. അപ്പോൾ നൂറ്റാണ്ടു യുദ്ധത്തിന് ഇടയിൽ പ്രാബല്യത്തിലെത്തിയ നമ്പൂതിരിമാരും പുതിയ ദായക്രമത്തിൻ്റെ അനുകൂലികളായിരുന്നു. നൂറ്റാണ്ടു യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേക പരിസ്ഥിതി അത് ദായക്രമത്തിൽ മാറ്റം വരുത്തി എന്നാണ് ഇളംകുളം പറയുന്നത്. യുദ്ധം തുടങ്ങുന്ന 175-ാം ആണ്ടിന് മുമ്പ് മരുമക്കത്തായം കേരളത്തിൽ അറിയപ്പെട്ടിരുന്നില്ല എന്നും യുദ്ധം തീരുമ്പോഴേക്കും മരുമക്കത്തായം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നും രേഖകളിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. ചാവേറ്റു പടയാണോ നായന്മാരാണോ ആദ്യമുണ്ടായത് എന്ന് വ്യക്തമല്ലെന്നും ഇളംകുളം പറയുന്നുണ്ട്. മരുമക്കത്തായത്തിൻ്റെയും ജന്മി സമ്പ്രദായത്തിൻ്റെയും ചാവേറ്റുപടയുടെയും നായന്മാരുടെയും ഉത്ഭവം 11ാം ശതകത്തോടു കൂടിയാണെന്നും എല്ലാം പരസ്പരം കെട്ടുപിടഞ്ഞു കിടക്കുകയാണെന്നും ഇളംകുളം പറയും. ചാതുർവർണ്ണയത്തെക്കുറിച്ചും ഇളംകുളം ചില നിഗമനങ്ങളിൽ എത്തുന്നുണ്ട്. ദ്രാവിഡ സംസ്കാരത്തിൽ ജാതിക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ആര്യ സംസ്കാരത്തിൽ ജാതിക്ക് പ്രത്യേക പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബുദ്ധമതത്തെ അതിൻ്റെ ജന്മഭൂമിയിൽ നിന്ന് തന്നെ പിഴുതെറിഞ്ഞത് ചാതുർവർണ്ണ്യമാണ് എന്നും ഇളംകുളം പറയുന്നുണ്ട്. കേരളത്തിൽ ചാതുർവർണ്ണ്യം വന്നത് 8ാം ശതകത്തിനും 11ാം ശതകത്തിനും ഇടയിലാണ് എന്ന് ഇളംകുളം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇതിന് സംഘംകൃതികളിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള പുറനാനൂറിൽ തെക്കേ ഇന്ത്യയിലെ തുടിയൻ, പറയൻ, പാണൻ, കടമ്പൻ എന്ന 4 ജാതികളെക്കുറിച്ച് പറയുന്നുണ്ട്. പത്തുപാട്ടിലെ വലയർ, വാണികർ, ഉഴവർ എന്ന 3 കൂട്ടരെയും പറയുന്നതായിട്ട് ഇളംകുളം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നു. പിന്നെ തൊൽക്കാപ്പിയത്തിൽ അരജര്, അന്തണർ, വണികർ, വേളാളർ എന്നിങ്ങനെയുള്ള ജാതികളെക്കുറിച്ചും പറയുന്നുണ്ട്. കേരളത്തിൽ 8ാം ശതകം വരെ ക്ഷത്രിയരോ 10ാം ശതകം വരെ ശൂദ്രരോ ഉണ്ടായിരുന്നില്ല.
7-ാം ശതകത്തിന് ശേഷമാണ് ബ്രാഹ്മണരുടെ സംഖ്യ വർദ്ധിച്ചത് എന്നും അദ്ദേഹം പറയും. ഇനി ആര്യന്മാരുടെ അധിനിവേശത്തോടു കൂടി ഇവിടെ ഉണ്ടായിരുന്ന നാടുവാഴികളും രാജാക്കന്മാരും പൂജാരികളുമെല്ലാം തന്നെ സൂര്യവംശവുമായി ഘടിപ്പിച്ച നമ്പൂതിരിമാരെ അവരെയൊക്കെ ക്ഷത്രിയരാക്കി മാറ്റുകയാണ് ചെയ്തത്. സാമന്ത രാജാക്കന്മാരെ ക്ഷത്രിയന്മാരാക്കാനായിരുന്നു നമ്പൂതിരിമാരുടെ അടുത്ത ശ്രമം. ക്ഷേത്രസ്വത്തിൻ്റെ അധിപന്മാരായിട്ട് ബ്രാഹ്മണർ മാറി. 11-ാം നൂറ്റാണ്ട് മുഴുവനും യുദ്ധങ്ങൾ നീണ്ടു നിന്നു. യുദ്ധത്തിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും രാജാക്കന്മാരെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിക്കാൻ പോലും അധികാരമുള്ള വർഗമായിട്ട് ബ്രാഹ്മണരെ മാറി. ഇനി നായന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചും അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചാവേറുകൾ നായന്മാരായി തീർന്നു എന്ന് പറഞ്ഞാലും നായന്മാരിൽ നിന്ന് ചാവേറു സേന രൂപീകരിച്ചു എന്ന് പറഞ്ഞാലും വ്യത്യാസമില്ല എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം അവിടെ നിരത്തുന്നുണ്ട്. ബർബോസയുടെ അഭിപ്രായത്തിൽ മരുമക്കത്തായത്തെക്കുറിച്ച് പറയുന്നത് കുട്ടികളെ രക്ഷിക്കുന്ന ചുമതലയിൽ നിന്ന് നായന്മാരെ ഒഴിവാക്കിയാൽ അവർ രാജാവിനെ ശരിയായി സേവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മരുമക്കത്തായം രാജാവ് ഏർപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു. 13-ാം ശതകത്തിൻ്റെ അന്ത്യത്തിലുണ്ടായ ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ വളഞ്ചിയരും പരിച്ചന്തരുമായ നായന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നാഗന്മാരാണ് നായന്മാരായി തീർന്നത് എന്നുള്ളൊരു അഭിപ്രായവും നിലവിലുണ്ട്. ആസാമിലെ നാഗന്മാരും ഈ വർഗ്ഗക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നായന്മാരായി മാറി എന്നുള്ള അഭിപ്രായം KP പത്മനാഭ മേനോനാണ് എടുത്തു കാണിക്കുന്നത്. സഹോദരി പുത്രനിലൂടെയുള്ള ദായക്രമമാണ് മരുമക്കത്തായം. മരുമക്കത്തായത്തെ സ്ത്രീ വഴിക്കുള്ള സ്വത്തവകാശമാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ ചേരചോള യുദ്ധത്തെ തുടർന്നാണ് മരുമക്കത്തായം ആവിർഭവിച്ചത് എന്ന് ഇളംകുളം പറയുന്നുണ്ട്. മൂഷികവംശം എന്ന സംസ്കൃത കൃതിയിൽ ദായക്രമം മരുമക്കത്തായത്തിലേക്ക് മാറുന്നതായിട്ട് കാണാനുണ്ട്. 12-ാം ശതകത്തിലെ തിരുവല്ല ശാസനത്തിലെ കോയിപ്പുറത്തു ചേന്നൻ കുമരനും മരുമക്കളും കൂടി എന്ന് ചില രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരുമക്കത്തായത്തിൻ്റെ പ്രചാരവും തറവാട്ടിൽ കാരണവർക്കുള്ള എതിരില്ലാത്ത പദവിയും വടക്കൻ പാട്ടുകളിലും പരാമർശിച്ചിട്ടുണ്ട്. 1937 നിലവിൽ വന്ന കൊച്ചിൻ നായർ ആക്റ്റാണ് മരുമക്കത്തായ സമ്പ്രദായത്തെ നിരോധിച്ചത്. 1933 മദുരാശി മരുമക്കത്തായം ആക്ട് തറവാട് സ്വത്ത് ഭാഗം വയ്ക്കാൻ അനുവദിക്കുകയും മക്കത്തായത്തിന് നിയമസാധുത നൽകുകയും ചെയ്തു. 1925 ഈഴവ ആക്ട്, 1926 നാഞ്ചിനാട്ട് വെള്ളാള ആക്ട്, 1949 മുസ്ലിം ആക്ട്, 1933 നമ്പൂതിരി ആക്ട് എന്നിവ അതതു സമുദായങ്ങളിലെ മരുമക്കത്തായ നിശേഷം അവസാനിപ്പിച്ചു. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ദൃഢമാവുകയും തൻ്റെ ഭാര്യയിൽ ജനിച്ച കുഞ്ഞ് തൻ്റേതാണെന്ന് ഉറപ്പാക്കാൻ കഴിയുകയും ചെയ്യുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ മരുമക്കത്തായത്തിന് പ്രസക്തിയില്ലാതായി. ബ്രാഹ്മണ മേധാവിത്വം തങ്ങളുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിച്ച ഒരു സമ്പ്രദായമായിരുന്നു മരുമക്കത്തായം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയാണ് മരുമക്കത്തായം കേരളത്തിൽ നിന്നുള്ള അധ്യായത്തിൽ വരുന്നത്. ലാറ്റിൻ അമേരിക്കയുടെ ഏകാന്തത എന്നുള്ള മാർക്കേസിൻ്റെ നോബൽ സമ്മാന പ്രസംഗം. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് ജനിച്ചത് 1927 കൊളംബിയൻ ഗ്രാമമായിട്ടുള്ള അരക്കറ്റാക്കയിലാണ്. മാജിക്കൽ റിയലിസം കലയിലൂടെ പ്രകൃതി നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഗാർസിയ മാർക്കേസിൻ്റെ രീതിയായി. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പുസ്തകങ്ങളിലൊന്നായി വാഴ്ത്തപ്പെടുന്നു. തനിക്ക് നോബൽ സമ്മാനം കിട്ടിയ ആ വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ ലാറ്റിൻ അമേരിക്കയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാർക്കേസ് ചെയ്തത്. അപ്പോൾ പാബ്ലോ നെരൂദയാണ് ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. പ്രൊമിത്യൂസിനെ പോലെയുള്ള രാഷ്ട്ര നായകന്മാരും ലോകപ്രശസ്ത വിപ്ലവകാരിയായിട്ടുള്ള ഏണസ്റ്റോ ചെഗുവേരയും ഒക്കെ
ഈ ലാറ്റിൻ അമേരിക്കയുടെ ഭാഗങ്ങളായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പൈശാചികമായിട്ടുള്ള ഭരണാധികാരികളുടെ പ്രവർത്തനം കാരണം ഉണ്ടായിട്ടുള്ള വംശഹത്യകൾ, അതേപോലെ 20 ദശലക്ഷം ലാറ്റിൻ അമേരിക്കൻ കുഞ്ഞുങ്ങളുടെ മരണം, ഇതൊക്കെ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളാണ്. എണ്ണമറ്റ സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് തടവറയ്ക്കുള്ളിൽ പ്രസവിക്കുകയും പട്ടാള മേധാവികളുടെ ആജ്ഞയനുസരിച്ച് അവരെ രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റുകയോ അനാഥ കേന്ദ്രങ്ങളിൽ ആക്കുകയോ ചെയ്തു. അങ്ങനെ ഊരും പേരും ഇല്ലാത്തവരായിട്ട് ഇത്രയും കുട്ടികൾ ലാറ്റിൻ അമേരിക്കയിൽ വളർന്നു വന്നു. പരിവർത്തനത്തിനു വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ 2 ലക്ഷം സ്ത്രീ പുരുഷന്മാർ ഈ ഭൂഖണ്ഡത്തിൽ ആകെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ആതിഥേയരുടെ നാടെന്നറിയപ്പെടുന്ന ചിലിയിൽ നിന്നും 1 ദശലക്ഷം പേർക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ഏറ്റവും നാഗരികമായ ഉറുഗ്വേയിൽ നിന്ന് 5-ൽ 1 വീതം നാടുകടത്തപ്പെട്ടിട്ടുണ്ട്. ഓരോ 20 മിനിറ്റിലും ഓരോ അഭയാർത്ഥിയെ വീതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ജനറൽ അഗസ്റ്റോ പിനോട്ട് ധാരാളം പേരുടെ രക്തമൊഴുക്കിയ ഭരണാധികാരിയാണ്. നോർവേ എന്ന രാജ്യത്തെ ജനസംഖ്യയേക്കാൾ വരും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് രാജ്യഭ്രഷ്ടരും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തവരുമായിട്ടുള്ള ആളുകളുടെ സംഖ്യ. ഓരോ മാത്രത്തോടും സംഭവിക്കുന്ന അനുദിന മരണങ്ങളുടെ യാഥാർത്ഥ്യമാണ് തൻ്റെ രചനയുടെ അടിസ്ഥാനപരമായ നോവുകളെന്ന് മാർക്കേസ് വ്യക്തമാക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള എഴുത്തുകാരെക്കുറിച്ച് മാർക്കേസ് പറയുന്നുണ്ട്. സാംസ്കാരിക മേൽക്കോയ്മയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ അവരുടെ യുക്തിക്കനുസരിച്ചാണ് തങ്ങളുടെ ജീവിത പശ്ചാത്തലത്തെയും രചനകളെയും അളക്കുന്നത്. വാഴ്വിൻ്റെ പ്രഹരങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നതുപോലെയല്ല ഈ ലാറ്റിൻ അമേരിക്കയിലുള്ള തങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് എന്ന് മാർക്കേസ് പറയുന്നു. ഭൂതകാലത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ ലാറ്റിൻ അമേരിക്കക്കാരെ നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചതെങ്കിൽ അവർക്ക് ശരിക്കും എന്താണ് ലാറ്റിൻ അമേരിക്കൻ പ്രശ്നങ്ങളെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുമായിരുന്നു എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം യൂറോപ്യന്മാരുടെ ഭൂതകാല അവസ്ഥയെക്കുറിച്ച് മാർക്കേസ് സൂചിപ്പിക്കുന്നുണ്ട്. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ നിന്നും മോചനം നേടിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് പിന്നീട് ആഭ്യന്തര കലാപങ്ങളുടെ രക്തച്ചൊരിച്ചിലും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഈ അവസ്ഥയ്ക്ക് മുകളിൽ ഇരുന്നു കൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരന്മാർ രചന നടത്തുന്നത്. ആരും ആരുടെയും ആരാച്ചാരായി മാറാത്ത സ്നേഹവും സത്യവും സന്തോഷവും സാധ്യമാക്കുന്ന ഒരു ഭരണകൂടത്തിനെ കുറിച്ചുള്ള മോഹമാണ് താനും തൻ്റെ രാജ്യവും സ്വപ്നം കാണുന്നതെന്ന് മാർക്കേസ് പറയുന്നു. ഇനി മാർക്കേസിൻ്റെ സാഹിത്യ സരണിയായിട്ടുള്ള മാജിക്കൽ റിയലിസം. അപ്പോൾ ആ മാജിക്കൽ റിയലിസത്തിലേക്ക് മാർക്കേസിനെ നയിച്ചത് തൻ്റെ ബാല്യ കൗമാര യൗവന കാലങ്ങളിൽ അദ്ദേഹം മനസ്സിലേറ്റിയ ചില കഥകളും വിശ്വാസങ്ങളുമാണ്. മാഗല്ലനോടൊപ്പം ലോകം ചുറ്റിയ പിഗാഫെത്ത തൻ്റെ പുസ്തകത്തിൽ എഴുതിയ കുറേ കാര്യങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിഗാഫെത്തയുടെ ചെറിയ പുസ്തകത്തിന് ആധുനിക നോവലിൻ്റെ ബീജങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മാർക്കേസ് പറയുന്നത്. ഇനി അത്തരം കഥകൾ ധാരാളമുള്ള മറ്റൊരു പുസ്തകമായിരുന്നു ഈ ഇൻഡീസിൻ്റെ ഐതിഹ്യമാല. യൂറോപ്യന്മാർ തങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ടാണ് ലാറ്റിൻ അമേരിക്കയെ വിലയിരുത്തുന്നതെന്നും അത് ഒരിക്കലും ശരിയല്ല എന്നും മാർക്കേസ് പറയുന്നുണ്ട്. ഇത്രയാണ് മാർക്കേസിൻ്റെ നോബൽ സമ്മാന പ്രസംഗത്തിൽ വരുന്നത്. ശൈലിയെപ്പറ്റി ചില ചിന്തകൾ എന്നുള്ള എസ് ഗുപ്തൻ നായരുടെ ലേഖനം. വളരെ ചെറുപ്പത്തിൽ തന്നെ സാഹിത്യരചനയിൽ ഏർപ്പെട്ട ശ്രീ ഗുപ്തൻ നായർ ഒട്ടേറെ നിരൂപണ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ഉപന്യാസ സമാഹാരങ്ങളും ജീവചരിത്ര കൃതികളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ആധുനിക സാഹിത്യം, സമാലോചന, ഇസങ്ങൾക്കപ്പുറം, ക്രാന്തദർശികൾ, പുനരാലോചന, കാവ്യസ്വരൂപം, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, തിരയും ചുഴിയും എന്നിവയാണ് പ്രധാന കൃതികൾ. ശൈലിയെപ്പറ്റി ചില ചിന്തകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എന്താണ് ശൈലി എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. നിരന്തരമായ അന്തരംഗ സാധനയുടെ ഫലമായി സംഭവിക്കുന്ന ഒരു നിസർഗ പ്രവാഹമാണ് കവിത എന്ന് അദ്ദേഹം പറയും.
ഓരോ ഗദ്യമെഴുത്തുകാരനും അവരുടേതായിട്ടുള്ള ഓരോ മുദ്രകളുണ്ട് രചനയ്ക്ക്. അപ്പോൾ ആ മുദ്രയ്ക്കാണ് നാം സാധാരണ ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗദ്യമെഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില മുദ്രകൾ ഉണ്ട്. ആ മുദ്രകൾക്ക് നമ്മൾ ശൈലി എന്ന് പറയുന്നു. അപ്പോൾ സംസ്കൃതത്തിലെ രീതി എന്ന വാക്കിനാണ് പ്രസിദ്ധി. വൈദർഭി, പാഞ്ചാലി, ഗൗഡി എന്നിങ്ങനെ ഉള്ള രീതികളാണ്, ദേശനാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. മലയാളത്തിലെ AR ഇതിന് പകരമായിട്ട് കർക്കശം, കോമളം, സരസം, ശുഷ്കം, ശാലീനം, ദീപ്രം എന്നിങ്ങനെയുള്ള പേരുകൾ കൊടുത്തു. ഇംഗ്ലീഷിൽ ഇതിന് സ്റ്റൈൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓരോ എഴുത്തുകാരൻ്റെയും സവിശേഷമായ ഭാഷാപ്രയോഗ രീതിക്കാണ് നാം ശൈലി എന്ന് പറയുന്നത്. എഴുത്തിൽ മാത്രമല്ല സംഭാഷണത്തിലും ശൈലിയുണ്ട്. പ്രയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് തന്നെയാണെങ്കിലും പ്രയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ സംഭാഷണത്തിനും ഈ ശൈലി വ്യത്യാസം ഉണ്ട്. അതിനുശേഷം അദ്ദേഹം വാക്കുകളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ വാക്കുകൾ നാണയങ്ങൾ പോലെയാണ് എന്നാണ് പറയുന്നത്. കാരണം അതിൽ പ്രചാരത്തിലിരിക്കുമ്പോൾ മാത്രമേ നാണയങ്ങൾക്ക് വിലയുള്ളൂ. അതേപോലെ തന്നെയാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഉപയോഗത്തിലിരിക്കുമ്പോൾ മാത്രമേ അതിന് വിലയുള്ളൂ. പിന്നെ ചില വാക്കുകൾ ഈ ചെറിയ നാണയങ്ങളെ പോലെയാണ്, നിത്യോപയോഗമുള്ള വാക്കുകളായിരിക്കാം. ചിലതാണെങ്കിൽ വല്ലപ്പോഴും മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ആയിരിക്കാം. അപ്പോൾ അതിന് അദ്ദേഹം ക്വാച്ചിൽക്ക എന്നുള്ള വാക്കാണ് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ എഴുത്തുകാരും ഏറെക്കുറെ ഒരേ പദങ്ങളാണ് എടുത്തുപയോഗിക്കുന്നതെങ്കിലും ആ പദങ്ങളുടെ സംവിധാനം കൊണ്ട് ഓരോരുത്തരുടെയും രീതികൾ വ്യത്യസ്തമായി മാറുന്നു. അപ്പോൾ ഇതിനെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് സംഗീതത്തെയാണ്. പദങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണെങ്കിലും വ്യത്യസ്ത ആളുകൾ അത് ഉപയോഗിക്കുമ്പോൾ സംഗീതത്തിന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാനം കൈവരാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് പദങ്ങളെന്ന് പറയുക. ഇനി അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മുടന്തനായിട്ടുള്ള ഒരാളെ വർണ്ണിക്കുന്ന വ്യത്യസ്ത ആളുകളെ വ്യത്യസ്ത രീതിയിൽ വർണ്ണിക്കുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രജ്ഞനും നോവലെഴുത്തുകാരനും ഒരേ ശൈലി പറ്റുക ഇല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. അതായത് ശാസ്ത്രലേഖനങ്ങളും നോവലും ഒരേപോലെയുള്ള ശൈലി ഉപയോഗിച്ച് എഴുതാനായിട്ട് കഴിയില്ല. ആൾ തന്നെ ശൈലി എന്ന് പറഞ്ഞത് ബഫണാണ്. ഇനി വിഷയത്തിനൊത്ത ശൈലി എന്നാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിലൊക്കെ തന്നെ എന്താണോ വിഷയം അതിനനുസരിച്ച് ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഉദാഹരണങ്ങൾ സഹിതം സമർത്ഥിക്കുകയാണ് ഗുപ്തൻ നായർ ചെയ്യുന്നത്. അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് സംസ്കൃത ആധിക്യം എന്നാണ്. മലയാള ഗദ്യത്തിൽ സംസ്കൃത പദങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എഴുതുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. CV രാമൻപിള്ള, PK നാരായണപിള്ള, ഉള്ളൂർ, അതേപോലെ കേരളവർമ്മ ഇവരെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചിലരുടെയൊക്കെ പ്രയോഗങ്ങൾ സംസ്കൃതാധിക്യം ഉണ്ടെങ്കിലും നമുക്ക് വളരെ സരസമായിട്ടും അതേപോലെ വളരെ ലഘുവായിട്ടും തോന്നുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണ് ഉള്ളത്. അത് ശൈലിയുടെ പ്രത്യേകതയാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇനി അവിടെ അതിലുള്ള സംസ്കൃതാധിക്യത്തിനുള്ള ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ് എന്ന് പറയുന്ന രീതിയിൽ അമ്പലത്തിൽ നിന്ന് തീർത്ഥം വാങ്ങാനാണ് താമസിച്ചത്, അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ ഉദാഹരണമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ശൈലിയിൽ തന്നെ ലാളിത്യമാണോ സാരസ്യമാണോ നല്ലത് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് സാരസ്യം എന്ന് പറയുകയായിരിക്കും നല്ലതെന്ന് ഗുപ്തൻ നായർ പറയണം. കാരണം പദ്യം ശുഷ്കപദ്യത്തെക്കാളും ദുസ്സഹമാണ് ശുഷ്കമായിട്ടുള്ള ഗദ്യം. അപ്പോൾ സാരസ്യം ഉണ്ടെങ്കിൽ, സരസത എന്ന് പറഞ്ഞാൽ തമാശ കലർത്തി പറയുന്നത്, അപ്പോൾ ആ ഒരു സരസത ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളത് ആസ്വദിക്കുള്ളൂ. ചമൽക്കാരം, അതായത് അലങ്കാര പ്രയോഗങ്ങൾ പദ്യത്തിനെന്ന പോലെ ഗദ്യത്തിനും വേണം. പക്ഷേ അതും അധികമായാൽ നന്നല്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പോൾ ഗദ്യം വായിക്കുമ്പോഴേ ഏതോ കവി വഴിതെറ്റി വീണതാണ് ഇവിടെ എന്ന തോന്നലുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നും കൂടി ഗുപ്തൻ നായർ കൂട്ടിച്ചേർക്കുന്നു. ഇനി ചമൽക്കാരം കൊണ്ട് ലാളിത്യം നഷ്ടപ്പെടുമോ എന്ന് ചിലർ ചോദിക്കുന്നു. ഗുപ്തൻ നായർ പറയുന്നു. അപ്പോൾ ചന്തുമേനോൻ, മൂർക്കോത്ത് കുമാരൻ, AR രാജരാജവർമ്മ, അപ്പൻ തമ്പുരാൻ എന്നിവരുടെ ശൈലി ലാളിത്യവും ചമൽക്കാരവും ഒന്നിച്ച് കൊണ്ടുപോകുന്നതിനുള്ള തെളിവാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് ലളിതമായിട്ടുള്ള ശൈലി എന്നുള്ളതിന് ഉദാഹരണമായിട്ട് സരോജിനി നായിഡു ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ കാരൂർ നീലകണ്ഠ പിള്ളയുടെ ഉതുപ്പ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ലാളിത്യത്തിനും ചമൽക്കാരത്തിനും ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഈ രീതിയാണ് പുതിയ ഗദ്യ ശൈലിന്ന് ഗുപ്തൻ നായർ പറയുന്നു. ഗദ്യം കൂടുതൽ ധ്വനിപ്രധാനമാവുകയാണ്. ധ്വനിപ്രധാനം എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് തന്നെ മറ്റൊരുപാട് അർത്ഥങ്ങളെ ധ്വനിപ്പിക്കുക. തനി വക്രോക്തി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജനഭാഷയോട് അടുക്കുകയും ചെയ്യുന്നു. ഇനി ശൈലി എങ്ങനെ സുന്ദരമാക്കാമെന്നുള്ളതിനും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ എഴുത്തുകാരെ ഗദ്യത്തെ സംഭാഷണത്തിൽ നിന്ന് അത്ര അകറ്റി കൊണ്ടുപോകണമെന്നാണ് ആലോചിച്ചിരുന്നത്. ഇന്ന് ആ സ്ഥിതി മാറി. വേണ്ടത്ര പദങ്ങളൊക്കെ സ്വീകരിച്ച് സംഭാഷണ ശൈലിയുമായിട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൂരവും വള്ളംകളിയും സർപ്പപ്പാട്ടും എല്ലാം ചില ഭാവചിത്രങ്ങളെ പ്രദാനം ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ശൈലിക്ക് ചടുലതയും സൗന്ദര്യവും കൂടും. ഇനി ഫൗളർ ശൈലിക്ക് 3 ഗുണങ്ങൾ വേണം. ആ 3 ഗുണങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലാളിത്യം, ആർജവം, ഔചിത്യം. ഇതാണ് ഫൗളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സമർസെറ്റ് മോം തെളിമയും ലാളിത്യവും ലയവും ആണ് ശൈലിയിൽ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ലയം എന്ന് പറഞ്ഞതിനെ കുറിച്ച് പലർക്കും സംശയം ഉണ്ടാവാമെന്ന് പറയണം. അതായത് ഗദ്യത്തിൽ എന്ത് ലയം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവാം. അപ്പം അതിനുശേഷം ആരാര് ആ ലേഖനം അങ്ങനെ ചുരുക്കുകയാണ്. അപ്പോൾ എത്ര വായിച്ചാലും മടുപ്പിക്കാത്തതെന്നത്രയോ ഒറ്റ വാക്യത്തിൽ പറയാവുന്ന ഉത്തരം. ശൈലിക്ക് അദ്ദേഹം കൊടുക്കുന്ന നിർവചനം അത് എത്ര വായിച്ചാലും മടുപ്പിക്കാത്തത് എന്നാണ് ഒറ്റ വാക്യത്തിൽ ശൈലി എന്നുള്ളതുകൊണ്ട് പറയും. അപ്പം അത് കേവലം പദനിഷ്ഠമല്ല, വീക്ഷണത്തിലും പ്രതിപാദനത്തിലും സാരസ്യത്തിൻ്റെ തേൻതുള്ളികൾ ഇറ്റിറ്റു വേണം. നല്ല പെരുമാറ്റം പോലെ അത് അഭ്യസിച്ചുറപ്പിക്കേണ്ട ഗുണമാണ് എന്നും മാരാര് പറയുന്നു. സാരസ്യം തന്നെ സാരസ്വതം എന്ന് പറഞ്ഞിട്ട് ലേഖനം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ശൈലി എന്ന് പറഞ്ഞാൽ എത്ര വായിച്ചാലും മടുപ്പിക്കാത്ത ഒന്നാവണം എന്നുള്ള ആ ഒരു അഭിപ്രായം പറഞ്ഞ് മാരാര് തൻ്റെ ലേഖനം ഗുപ്തൻ നായർ തൻ്റെ ലേഖനം നിർത്തുകയാണ്. മാരാരെന്ന് മാറി പറഞ്ഞതാണ്, ഗുപ്തൻ നായർ.